ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾക്ക് ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച കുടുംബം ആയിട്ട് ദൈവസന്നിധിയിൽ വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റാം. ദൂരത്തൊക്കെ യാത്രയായിരുന്നവരൊക്കെ തിരികെ വരുന്നു. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ചാകുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റാം. ദൈവമക്കൾ പോയ സ്ഥലങ്ങളിലൊക്കെയും ദൈവം കൂടെ ഉണ്ടായിരുന്നു, അനുഗ്രഹിച്ച് സന്തോഷവും സംതൃപ്തിയും കൊടുത്ത് എല്ലാവരെയും ഓരോ ദിവസവും മുൻപോട്ട് നടത്തുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. നമ്മൾക്ക് ഈ സമയം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തത്തെ ഒരിക്കൽ കൂടി ഓർക്കാം, അതിൽ കുറച്ചുകൂടി ധ്യാനിക്കാം. എന്തായിരുന്നു ഈ വർഷം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രോമിസ്? 1 John chapter 5 verse 4. നമുക്ക് ഒരുമിച്ച് അതൊന്ന് വായിക്കാം. 1 John chapter 5 verse 4. ഈ സഭയ്ക്ക് ദൈവത്തിൽ നിന്ന് ഈ വർഷം ലഭിച്ച the promise for 2026. 1 John chapter 5 verse 4. For everyone born of God overcomes the world. This is the victory that has overcome the world, even our faith. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും, പറഞ്ഞാട്ടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ലോകത്തെ ജയിക്കും. ഹല്ലേലൂയ. ഈ വർഷം ദൈവത്തിൻ്റെ മക്കൾ ലോകത്തെ ജയിക്കുന്ന ഒരു വർഷമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾ എല്ലാ കാര്യങ്ങളിലും ജയത്തിൽ ജീവിക്കുന്ന ഒരു വർഷമായിരിക്കും. അതെങ്ങനെയാണ് ജീവിക്കുന്നത്? ജയത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ കൂടി. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പറഞ്ഞാട്ടെ, വിശ്വാസം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1:27 പറയുന്നു, ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:27. ആഡം ആൻഡ് ഈവ് വർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. മനസ്സിലാക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്, തൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ചു. സർവശക്തനായ ദൈവം, എല്ലാത്തിനും ആധിപത്യമുള്ള ദൈവം ഒരു ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 2:7 വായിക്കുമ്പോൾ, ജെനസിസ് 2:7, വചനം പറയുന്നത്, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ഗോഡ് ഫോംഡ് മാൻ ഫ്രം ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് and breathed into his nostrils the breath of life, and man became a living being. ആ ഒരു നിമിഷം ഉൽപ്പത്തി 2:7 വായിക്കുമ്പോൾ മനസ്സിലാകണം, മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ദേഹം, ദേഹി, ആത്മാവോടുകൂടിയാണ്. വിത്ത് എ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഹല്ലേലൂയ. 1 തെസ്സലോനിയർ 5:23 വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നു, നമ്മൾ ഓരോരുത്തരിലും ഒരു ദേഹം, ദേഹി, ആത്മാവുണ്ട്. എവ്രി വൺ ഓഫ് us are made of 3 parts, spirit, soul and body. ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദേഹം, ദേഹി, ആത്മാവിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. യോബിൻ്റെ പുസ്തകം 33:4 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ഹല്ലേലൂയ. എന്നെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? അവിടെ പറഞ്ഞത് എന്താണ്? ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവം മനുഷ്യനിലേക്ക് ശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് മനുഷ്യൻ്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടു. ഫ്രം ഗോഡ് സ്പിരിറ്റ് മാൻ സ്പിരിറ്റ് കെയിം ഇൻ ടു ബീയിങ്. ഹല്ലേലൂയ. That is how man was created. ദൈവം തൻ്റെ ആത്മാവിൽ നിന്ന് മനുഷ്യനിലേക്ക് തൻ്റെ ശ്വാസം ഊതി. ദൈവത്തിൻ്റെ സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു.
ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശ്വാസം ലഭിച്ച മനുഷ്യൻ, അവന് ജീവൻ ലഭിച്ചു. ആ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ജീവനാണ് ലഭിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജീവനാണ് ലഭിച്ചത്. സ്പിരിച്വൽ ഗേവ് ലൈഫ് ടു ദ നാച്ചുറൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം, ദ ഫ്ലഷ് കൗണ്ട്സ് ഫോർ നത്തിങ്, ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ഹല്ലേലൂയ. യോഹന്നാൻ 6:63 പറയുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ആ ഒരു ശ്വാസത്തിൽ കൂടിയാണ് മനുഷ്യന് ജീവൻ ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ ജീവൻ. എന്നിട്ട് ആ ഒരു മനുഷ്യനെ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ ജീവനോടെയുള്ള മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 1:28 വാക്യത്തിൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന വാക്ക് ഇതാണ് വേദപുസ്തകത്തിൽ. ദ ഫസ്റ്റ് വേർഡ് ദാറ്റ് ഗോഡ് സ്പോക്ക് ടു മാൻ വാസ് എ ബ്ലെസ്സിങ്, ആൻഡ് ദാറ്റ് വാസ് ദ ഡെസ്റ്റിനി ഓഫ് മാൻ. ഫോർ എവർ ദിസ് ഈസ് വാട്ട് യു വിൽ ബി. എന്താണ് ദൈവം അനുഗ്രഹിച്ച് പറയുന്നത്? ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം അവരെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ സകലത്തിന്മേലും വാഴുവിൻ, ഹാവ് ഡൊമീനിയൻ ഓവർ എവറിത്തിങ്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണ്? പറഞ്ഞാട്ടെ, വാഴുവാനായിട്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴുവാനായിട്ടാണ്. എന്നാൽ ദൈവ പൈതലെ, നീ ഇന്ന് ജീവിതത്തിൽ വാഴുന്നുണ്ടോ? നിൻ്റെ സങ്കടങ്ങൾ, നിൻ്റെ തോൽവികൾ, നിൻ്റെ സാഹചര്യങ്ങൾ, നിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ മേൽ നീ വാഴുന്നുണ്ടോ? ഒരു ദിവസം നമുക്ക് തോന്നും ഞാൻ വാഴുകയാണ് എല്ലാത്തിൻ്റെ മേലും, അടുത്ത ദിവസം തോന്നും ഞാൻ എല്ലാത്തിൻ്റെ അടിയില്ല, എനിക്ക് എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല, എല്ലായിടത്തും തോൽവിയാണ്, എല്ലായിടത്തും ബന്ധനമാണ്. എന്തുകൊണ്ട് ദൈവമേ? ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് എന്തിനാണ്? വാഴുവാനായിട്ടാണ്. ഹല്ലേലൂയ. അവനോട് പറഞ്ഞത് എന്താണ്? ആ ഒരു അനുഗ്രഹം ദൈവം സംസാരിക്കുമ്പോൾ മനുഷ്യനിലേക്ക് ഒരു കഴിവ് വരികയായിരുന്നു, എല്ലാറ്റിന്മേലും വാഴുവാനായിട്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ആത്മാവ് അവനിലേക്ക് പകർന്നു കൊടുത്തത് ദൈവത്തിൽ നിന്നൊരു ശക്തിയായിരുന്നു, ഒരു കഴിവായിരുന്നു, ജീവിതത്തിലെ എല്ലാറ്റിന്മേലും വാഴുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ദൈവ പൈതൽ യേശു ക്രിസ്തുവിൽ കൂടി പുതു സൃഷ്ടിയായിരിക്കുന്ന നമ്മൾക്ക് ഇന്നും ലഭിക്കുന്നത് അതേ അനുഗ്രഹമാണ്, അതിനേക്കാളും വലിയ അനുഗ്രഹമാണ് ക്രിസ്തു യേശുവിൽ കൂടി വാഴുവാനായിട്ട്. ഈ വർഷം ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തുവാ? ദൈവമക്കൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ വാഴും. ഹല്ലേലൂയ. യു വിൽ ബി ഓവർകമേഴ്സ്. എല്ലാത്തിന്മേലും നിങ്ങൾ ജയം പ്രാപിക്കും. എങ്ങനെയായിരിക്കും? നമ്മുടെ വിശ്വാസത്തിൽ കൂടി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു വാഴുവാനായിട്ട്. മനുഷ്യൻ ദൈവത്തോടു കൂടെ ഐക്യത്തോടെ ഒരുമയോടെ നടന്നു. മാൻ വാക്ക്ഡ് ഇൻ യൂണിയൻ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും മനുഷ്യൻ ദൈവത്തോടു കൂടെയുള്ള ഐക്യത്തിൽ നടന്നു, ദൈവത്തോട് ഒരുമയോടെ. അങ്ങനെ ആധിപത്യം അവന് ലഭിച്ചു. ഇറ്റ് വാസ് ഇൻ ദ യൂണിയൻ ദാറ്റ് ദ ഡൊമീനിയൻ വാസ് കെപ്റ്റ്. മനസ്സിലാക്കുക, ഇറ്റ് വാസ് ദ യൂണിയൻ ദാറ്റ് കെപ്റ്റ് ദ ഡൊമീനിയൻ. ദൈവത്തോടുള്ള മനുഷ്യനുള്ള ഐക്യമാണ് അവനെ എല്ലാത്തിന്മേലും വാഴുവാനുള്ള ആ ഒരു എബിലിറ്റി കൊടുത്തത്, അല്ലെ ഒരു കഴിവ് കൊടുത്തത്. വിത്തൗട്ട് യൂണിയൻ ദർ ഇസ് നോ ഡൊമീനിയൻ. മനസ്സിലാവുന്നുണ്ടോ? വിത്തൗട്ട് യൂണിയൻ വിത്ത് ഗോഡ് ദർ ഇസ് നോ ഡൊമീനിയൻ ഇൻ യുവർ ലൈഫ്. യു വിൽ നെവർ ബി ഇൻ ഡൊമീനിയൻ ഓവർ എവറിത്തിങ്, എനിത്തിങ്. മനസ്സിലാവുന്നുണ്ടോ? വെൻ യു ആർ ഇൻ യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ഐക്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ കാര്യത്തിന്മേലും വാഴും. ദൈവവുമായിട്ട് ഐക്യമില്ലയോ നമ്മൾ വാഴുകയില്ല. ഇറ്റ് ഈസ് ഇൻ ദ യൂണിയൻ ദാറ്റ് ദ ഡൊമീനിയൻ ഈസ് കെപ്റ്റ്. ഓർ അനദർ വേ, ഇറ്റ് ഈസ് ദ യൂണിയൻ വിത്ത് ഗോഡ് ദാറ്റ് കീപ്സ് ദ ഡൊമീനിയൻ ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ഐക്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിന്മേലുള്ള ആധിപത്യം നിലനിർത്തിയത്. അങ്ങനെ ആയിരുന്നു മനുഷ്യൻ ജീവിച്ചത്. അത് നമ്മൾക്കും ഈ നാളുകളിൽ മനസ്സിലാക്കുവാൻ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഇഫ് യു വാക്ക് ഇൻ യൂണിയൻ വിത്ത് ഗോഡ്, യു വിൽ ലിവ് ഇൻ ഡൊമീനിയൻ ഓൾവേസ്. നോ യൂണിയൻ, നോ ഡൊമീനിയൻ. പറഞ്ഞാട്ടെ, നോ യൂണിയൻ, നോ ഡൊമീനിയൻ. ഇന്ന് പല ദൈവമക്കളും എന്തുകൊണ്ടാണ് പല വിഷയങ്ങളുടെ മേലും അവർക്കൊരു ജയമില്ലാത്തത്? ആദ്യമേ അവർക്ക് ദൈവവുമായിട്ടൊരു ഐക്യമില്ല.
ദൈവവുമായിട്ട് ഒന്നായിട്ടല്ല ജീവിക്കുന്നത്. ദൈവിക സ്വഭാവത്തിൽ, ദൈവിക പരിശുദ്ധിയിൽ, ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മേൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവം മുൻപാകെ താഴ്ന്ന് അല്ല ദൈവമക്കൾ ജീവിക്കുന്നത്. ദൈവത്തിന് തന്നെ നമ്മളെ തന്നെ വഴങ്ങിയല്ല ജീവിക്കുന്നത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഒബീഡിയൻസ്, ഡിപ്പെൻഡൻസ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ് ഈസ് റിക്വയർഡ് ടു ലിവ് ഇൻ ഡൊമീനിയൻ. ഒബീഡിയൻസ്, ദൈവത്തോടുള്ള അനുസരണം. രണ്ടാമതായിട്ട് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിന്മേലൊരു ആശ്രയം. മൂന്നാമതായിട്ട് yielding ടു ഗോഡ്, ദൈവത്തിന് വഴങ്ങി ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവരാണ് യഥാർത്ഥമായിട്ട് ദൈവവുമായിട്ട് ഐക്യത്തിൽ ഒരുമയോടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ജയാളികളായിട്ട് ജീവിക്കും. എല്ലാറ്റിന്മേലും ആധിപത്യം ഉണ്ടായിരിക്കും അവർക്ക്. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ജീവിച്ച ആദം, മനസ്സിലാക്കുക, ഈ ആദമിന് ദൈവം എല്ലാ കഴിവും കൊടുത്തു, ദൈവം അനുഗ്രഹിച്ചു, നീ വാഴുക. അങ്ങനെ അവൻ വാഴുകയാണ് എല്ലാറ്റിന്മേലും. എല്ലാ മൃഗങ്ങളുടെ മേലും വാഴുന്നു, അവർക്ക് പേരിടുന്നു. അതുപോലെ ദൈവം കൊടുത്ത നിലത്തെ അനുഗ്രഹിച്ചു, ആ നിലത്ത് അവൻ പണി ചെയ്യുന്നു. അവിടെ പറയുന്നത്, വചനം വായിക്കുമ്പോൾ പറയുന്ന ആ നിലത്ത് എല്ലാം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. സ്വർണവും എല്ലാം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് വചനം വായിക്കുമ്പോൾ. എന്നാൽ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആദം വീഴുകയാണ്. അനുസരണക്കേട് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അനുസരണക്കേട് പാപത്തിലേക്ക് നയിച്ചു. പാപം മരണത്തിലേക്ക് നയിച്ചു. ലോകത്തിന്മേലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു. ഡിസൊബീഡിയൻസ് ലെഡ് ടു സിൻ, സിൻ ലെഡ് ടു ഡെത്ത്, ആൻഡ് ഡെത്ത് ലെഡ് ടു ലോസ് ഓഫ് ഡൊമീനിയൻ. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അനുസരണക്കേട് എപ്പോൾ വരുന്നോ, ദൈവത്തോടുള്ള അനുസരണക്കേട്, അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കും. ആത്മീയമായിട്ട് നമ്മൾ ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെടും. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ആധിപത്യം ഉണ്ടാവുകയുമില്ല. അതാണ് സംഭവിച്ചത്. ആദമിൻ്റെ അനുസരണക്കേട് ദൈവത്തിൽ നിന്ന് അവനെ വിച്ഛേദിപ്പിച്ചു. ആഡം സിൻ സെപ്പറേറ്റഡ് ഹിം ഫ്രം ഗോഡ്. യെശയ്യാ 59 2 വാക്യം പറയുന്നത്, യുവർ സിൻസ് ഹാവ് സെപ്പറേറ്റഡ് യു ഫ്രം മീ. പാപം നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അനുസരണക്കേട് കാരണം അവനിൽ പാപം പ്രവേശിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അവന് ദൈവവുമായിട്ട് ഭിന്നിപ്പിക്കപ്പെട്ടു, വിച്ഛേദിക്കപ്പെട്ടു. ആദമും ദൈവവും ഒന്നായിരുന്നിടത്ത് ആദമിൽ പാപം വരുന്നു. ദൈവം പരിശുദ്ധനായ ദൈവം, പരിശുദ്ധിയും പാപവും ഒരുമിച്ചാകുവാൻ കഴിയത്തില്ല. അങ്ങനെ വിച്ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെ ആദം ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഭിന്നിപ്പിക്കപ്പെട്ടു. ആദം ആത്മീയമായിട്ട് മരിച്ചു. ആത്മീയമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ആത്മാവിന് ദൈവത്തിൻ്റെ ആത്മാവോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. റോമർ 5:12 വാക്യം പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദമിൻ്റെ പാപത്തിൽ കൂടി എല്ലാ മനുഷ്യരിലേക്കും പാപവും പാപ സ്വഭാവവും മരണവും വന്നു. അങ്ങനെ സങ്കീർത്തനം 51:5 വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാപത്തിലാണ്. Psalm 51:5 പറയുന്നത്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മനസ്സിലാക്കുക, ദൈവം ആദമിന് എല്ലാ കഴിവും കൊടുത്തു, അനുഗ്രഹിച്ചു, നീ വാഴുവീൻ. അങ്ങനെ വാഴ്ന്നുകൊണ്ടിരുന്ന വ്യക്തി സാത്താൻ്റെ പ്രലോഭനത്തിന് അതിനെ കേട്ട് അതിനനുസരിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ പാപം അവനിൽ പ്രവേശിച്ചു. അത് മരണത്തിലേക്ക് നയിച്ചു. അടുത്തതായിട്ട് സംഭവിച്ചത് എന്തുവാ? ലോകത്തിൻ്റെ മേൽ ദൈവം അവന് കൊടുത്ത ആധിപത്യം ഇപ്പം അവന് സാത്താന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പാപത്തിൽ കൂടി അവന് ആധിപത്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എഫേസ്യർ 2:1-3 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും യേശു ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. എന്ത് സംഭവിച്ചത്? നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ നമ്മൾ സാത്താൻ്റെ അടിമകളായി തീരുകയാണ്. സാത്താനെ അനുസരിച്ച് പിന്നെ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ആരാണ് നമ്മളെ ജീവിതത്തിൽ വാഴുന്നത്? സാത്താനാണ്. നമ്മളെ വാഴുവാൻ ദൈവം അനുഗ്രഹിച്ചിടത്ത് നമ്മുടെ പാപത്തിൽ കൂടി നമ്മൾ സാത്താന് കൊടുക്കുകയാണ്. Now from now on we will obey you. അതാണ് സംഭവിച്ചത്. എഫേസ്യർ 2:1-2 വരെ വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിൽ നിന്ന്
നിങ്ങൾ മരിച്ചിട്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, യേശു ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതാരാ? സാത്താനാണ്. ഹല്ലേലൂയ. പാപത്തിൽ വീണപ്പോൾ, ആദം പാപത്തിൽ വീണപ്പോൾ ദൈവം അവന് കൊടുത്ത അധികാരം അവന് നഷ്ടപ്പെടുകയാണ്. അവൻ ആ അധികാരം സാത്താന് കൊടുക്കുകയാണ്. അങ്ങനെ സാത്താൻ പാപത്തിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളെയും എപ്പോഴും തൻ്റെ അടിമകളാക്കി അവരുടെ മേൽ വാഴ്ന്ന് അങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ദൈവമക്കളെ, യേശുക്രിസ്തു ഇല്ലാത്ത ഓരോ വ്യക്തിയും, ഈ ലോകത്തിലേക്ക് ജനിക്കുന്ന ഓരോ വ്യക്തിയും ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്താണ്? സാത്താൻ അവരുടെ മേൽ വാഴുകയാണ്. തോൽവികൾ, എങ്ങും ഉയരുവാൻ കഴിയുന്നില്ല. ബന്ധനങ്ങൾ, അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ എപ്പോഴും നിരാശയും സങ്കടവും മാത്രമേ ഉള്ളൂ. എപ്പോഴും ചോദിക്കണം, ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരവസ്ഥ? അങ്ങനെയുള്ളവർക്കായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. മനസ്സിലാക്കുക, സങ്കീർത്തനം 51:5 പറയുന്നത്, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ തന്നെ ഞാൻ പാപത്തിലായിരുന്നു. പാപത്തിലാണ് ഞാൻ എന്നെ ഗർഭം ധരിച്ചത്. ഓരോ മനുഷ്യനും, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് വന്ന് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ പാപത്തിലാണ് ഗർഭം ധരിക്കുന്നത്. കാരണം ഇവർ രണ്ടിലുമുണ്ട് പാപ സ്വഭാവം. എന്നാൽ ദൈവം നമ്മുടെ രക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ മശീഹയായിട്ട് അയക്കുമ്പോൾ, യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത്? ഒരു മനുഷ്യനിൽ കൂടിയല്ല, പരിശുദ്ധാത്മാവിൽ കൂടിയാണ്. യേശു ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. ഹി വാസ് ബോൺ ഫ്രം ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ ദൂതൻ മത്തായിയോട് പറയുന്നത് ഇങ്ങനെയാണ്. ദാവീദിൻ്റെ മകനായ യോസഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദിൻ്റെ മകനായ യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളിൽ ഉൽപ്പാദമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. മറിയയിലൊരു കുഞ്ഞുണ്ട്, ജനിക്കുകയാണ്. മറിയയിലൊരു കുഞ്ഞ് ഉൽപ്പാദിക്കപ്പെടുകയാണ്. പക്ഷേ അത് മനുഷ്യനിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം അത് ദൈവത്തിൽ നിന്നാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജന്മമെടുത്തത് ഒരു മനുഷ്യനിൽ നിന്നല്ല, ഒരു പുരുഷനിൽ നിന്നല്ല, പാപത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് മറിയയുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ യേശു ദൈവത്തിൽ നിന്ന് ജനിച്ചു. പറഞ്ഞാട്ടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പ്രധാന വാക്യം ഓർത്തോണം, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് ജനിച്ചു. എന്തിനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത്? 1 യോഹന്നാൻ 3:8 വാക്യം പറയുന്നത്, ഫോർ ദിസ് റീസൺ ദ സൺ ഓഫ് ഗോഡ് വാസ് റിവീൽഡ് ദാറ്റ് ഹി മൈറ്റ് ഡിസ്ട്രോയ്. പറഞ്ഞാട്ടെ, ഡിസ്ട്രോയ് the works of the evil one. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? പിശാചിൻ്റെ പ്രവർത്തികളെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയുവാനായിട്ട്. അത് അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ മനുഷ്യൻ്റെ മേൽ പിശാച് ആധിപത്യം വെച്ച് വാഴുന്നിടത്ത് അവൻ്റെ വാഴ്ചയെ നശിപ്പിച്ച് എന്നേക്കും അവസാനിപ്പിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർ 9:28-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യേശു ക്രിസ്തുവിനെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായിട്ട് യേശുവിനെ യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു. മനുഷ്യരുടെ പാപം കാരണം യാഗങ്ങൾ ആവശ്യമായിരുന്നു. പഴയ നിയമം നോക്കുമ്പോൾ വീണ്ടും വീണ്ടും യാഗം അർപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യേശു ക്രിസ്തു വന്നപ്പോൾ 28-ാം വാക്യം, എബ്രായർ 9:28, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. എന്നേക്കുമായിട്ട് നമ്മുടെ പാപങ്ങൾക്കായിട്ട്, നമ്മുടെ പാപങ്ങളാണ്, മനസ്സിലാക്കുക, നമ്മുടെ പാപങ്ങളാണ് സാത്താന് നമ്മളുടെ മേൽ ആധിപത്യം തരുന്നത്. ഈ പാപങ്ങളെ എന്നേക്കും അതിൽ നിന്ന് കഴുകി നമ്മളെ വെടിപ്പാക്കാൻ, അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് യേശു യാഗമായിട്ട് എന്നേക്കുമായിട്ട് അർപ്പിക്കപ്പെടുകയാണ്. 22-ാം വാക്യം പറയുന്നു, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. യേശുവിൻ്റെ രക്തം നമുക്കായിട്ട് ചൊരിയുമ്പോൾ, പാപമില്ലാത്തവൻ്റെ രക്തം, ജയം നൽകുന്ന രക്തം,
നമുക്കായിട്ട് ചൊരിയുമ്പോൾ നമ്മൾക്ക് വിമോചനം ലഭിക്കുകയായിരുന്നു ചെയ്യുന്നത് എന്നേക്കുമായിട്ട്. The blood of Jesus was shed for us once for all. ഹല്ലേലൂയ. എന്നേക്കുമായിട്ട് യേശുവിൻ്റെ രക്തം നമുക്കായിട്ട് ചൊരിയുകയാണ്. എന്നിട്ട് വചനം പറയുന്നു, കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ, യേശു എന്ത് ചെയ്തു? പാപമില്ലാതെ ദൈവത്തിൽ നിന്ന് ജനിച്ച് ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു തൻ്റെ രക്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിട്ട് അർപ്പിക്കുകയാണ്. എന്നേക്കുമായിട്ട് സാത്താൻ നമ്മുടെ മേലുള്ള ആധിപത്യം നശിപ്പിച്ചിട്ട്, വചനം പറയുന്നു കൊലോസ്യർ 2:14-15, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കിയെന്ന് പറഞ്ഞെന്ന്. ഹല്ലേലൂയ. What does it say? Having cancelled the charge of our legal indebtedness which stood against us and condemned us, he has taken it away, nailing it to the cross. And having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross. Hallelujah. യേശുക്രിസ്തു എന്നേക്കുമായിട്ട് സാത്താന് നമ്മുടെ മേലുള്ള അധികാരത്തെ നശിപ്പിച്ചു. അത് പബ്ലിക്കായിട്ടാണ് ചെയ്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താൻ ഇനിയും നമ്മുടെ മേൽ അധികാരമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പോകുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, മത്തായി 28:18 വാക്യം, യേശു ഇങ്ങനെ പറഞ്ഞു. ആരോടാണ് പറയുന്നത്? തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ പിന്തുടർന്ന് ജീവിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട്. പറഞ്ഞാട്ടെ, തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ പിന്തുടർന്ന് ജീവിക്കുന്ന ശിഷ്യന്മാരോട്. ഇഫ് യു ബിലീവ് ഇൻ ഹിം, ഇഫ് യു ഫോളോ ഹിം, ഇഫ് യു ആർ എ ഡിസൈപ്പിൾ ഓഫ് ഹിം, ജീസസ് ഈസ് സേയിങ് ദ സെയിം തിങ് ടു യു. വാട്ട് ഡസ് ഇറ്റ് സേ? All authority in heaven and on earth has been given to me. Hallelujah. I have taken that authority from the devil and I am now giving it to you. You go and make disciples of all nations. That authority is delegated to us now to reign in life, to have victory over the devil in every area of our life. യേശു ആ അധികാരം നമുക്ക് തരികയാണ്. യേശു പറഞ്ഞത്, യേശു അടുത്ത് എന്ന്, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ അധികാരം കൊടുത്ത് വാഴുവാനായിട്ട്. പക്ഷേ അവൻ അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തപ്പോൾ മരണത്തിൽ അവനിൽ പ്രവേശിച്ചു. ആ ഒരു ആധിപത്യത്തിൻ്റെ അധികാരം അവന് നഷ്ടപ്പെട്ടു, അത് സാത്താന് കൊടുത്തു. പക്ഷേ യേശു ക്രിസ്തു, ദൈവത്തിൽ നിന്ന് ജനിച്ച യേശു, ഒരു പാപവുമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച യേശു ക്രിസ്തു തൻ്റെ രക്തം നമുക്ക് യാഗമായിട്ട് അർപ്പിച്ചു. യേശുവിൻ്റെ രക്തത്തിൽ കൂടി നമ്മളെ വീണ്ടെടുത്തു. നമുക്ക് സാത്താനെ നശിപ്പിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങി അത് തിരികെ എടുത്ത് നമ്മൾക്കിപ്പോൾ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഒരിക്കൽ കൂടി 1 യോഹന്നാൻ 5:4 വാക്യം വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും, യേശു ദൈവത്തിൽ നിന്ന് ജനിച്ചു അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇനി നമ്മളിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഹൗ ഡു യു ബിക്കം ബോൺ അഗെയിൻ? ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. എഫേസ്യർ 2:8 വാക്യം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ദാറ്റ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാണ്? എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? നമ്മൾ സുവിശേഷം കേട്ടു. യേശു ലോകത്തിൻ്റെ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡസ് ക്രൈസ്റ്റ് മീൻ? ദി അനോയിൻറ്റഡ് വൺ, ദ ചോസൺ വൺ. ക്രൈസ്റ്റ്, ക്രിസ്തു എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ആരംഭത്തിന് മുമ്പേ നമുക്കായിട്ട് ദൈവം അർപ്പിച്ച കുഞ്ഞാടാണ്.
He is the lamb that has been sacrificed from the beginning of the world. ദൈവം തെരഞ്ഞെടുത്ത് നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് അർപ്പിച്ച കുഞ്ഞാടാണ്, രക്ഷകനാണ് യേശു ക്രിസ്തു, മശിഹായാണ്. യേശു ഈ ലോകത്തിലേക്ക് എനിക്കായിട്ട് വന്നു, എൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാനായിട്ട്, സാത്താൻ എൻ്റെ മേലുള്ള അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിക്കാനായിട്ട് യേശു വന്നു എന്ന് നാം വിശ്വസിക്കുന്നു. യേശുവിനെ ക്രിസ്തുവായിട്ട് വിശ്വസിച്ച് യേശുവിൽ നമ്മൾ ആ വിശ്വാസം വെച്ച് നമ്മൾ റോമർ 10:9-10 യഥാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. റോമർ 10:9-10 എന്താണ് പറയുന്നത്? 9-ാം വാക്യം, യേശു കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? How do you become born again? If you confess with your mouth Jesus Christ as your Lord and believe in your heart that God raised him from the dead, then you will be saved. So there is a believing in my heart that God raised Jesus Christ from the dead, that Jesus died on the cross for my sins and God raised him up from the dead, and there is a confessing with my mouth Jesus Christ as my Lord. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. ഹല്ലേലൂയ. റോമർ 10:9-10 എന്താണ് പറയുന്നത്? ഇഫ് യു കൺഫെസ്, നമ്മൾ ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ ആദരങ്ങൾ കൊണ്ട് നമ്മൾ അത് ഏറ്റു പറയുന്നുവെങ്കിൽ, യേശുവിനെ കർത്താവായിട്ട് ഏറ്റു പറയുന്നുവെങ്കിൽ നാം രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? പല തെറ്റായ കാര്യങ്ങളിലായിരുന്നവൻ, ബന്ധനങ്ങളിലായിരുന്നവൻ, തോൽവിയിലായിരുന്നവൻ, ജീവിതത്തിൻ്റെ എല്ലാം നശിച്ച ഒരവസ്ഥയിലിരിക്കുന്നവൻ ഒരു ദിവസം സുവിശേഷം കേൾക്കുകയാണ്. അവൻ ഇനിയും താഴോട്ട് പോകാനില്ല, എല്ലാറ്റിൻ്റെ ഏറ്റവും താഴെ എത്തി കിടക്കുകയാണ്. ജീവിതത്തിൽ സ്വന്തം സാമർഥ്യം കൊണ്ട് പലതും ചെയ്ത്, സ്വന്തം കഴിവ് കൊണ്ട് പലതും ചെയ്യുവാൻ നോക്കി, എന്നാൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവൻ ഒരു ദിവസം സുവിശേഷം കേൾക്കുകയാണ്. ആ സുവിശേഷം പറയുകയാണ് യേശു ക്രിസ്തുവാണ്, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, ഈ ലോകത്തിലേക്ക് വന്നത് നിൻ്റെ പാപത്തിനായിട്ടാണ്, നിൻ്റെ മേൽ ആധിപത്യം വെച്ചിരിക്കുന്ന ഈ സാത്താനിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനായിട്ടാണ്, നിനക്ക് ജീവിതത്തിൽ വാഴുവാൻ ഇനിയും കഴിവ് തരുവാനായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. ഈ സുവിശേഷം കേട്ടൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ യേശു ക്രിസ്തു അവനായിട്ട് ക്രൂശിന്മേൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് അവൻ്റെ ആദരങ്ങൾ കൊണ്ട് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നിൽ വാഴണമേ, അങ്ങ് എൻ്റെ കർത്താവാകണമേ എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും ജനിക്കുകയാണ്. അവൻ്റെ ആത്മാവ്, ഇതുവരെ മരിച്ച അവസ്ഥയിലിരുന്ന അവൻ്റെ ആത്മാവിന് പുതുജീവൻ ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിൽ ദൈവത്തിൻ്റെ ഒരു പുതുജീവൻ അവനിലേക്ക് പകർന്നു വരികയാണ്. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഒന്നും മാറിയിട്ടില്ല, കാരണം ജഡമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ അവൻ്റെ ആത്മാവ് പുതുക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:1 വായിച്ചാട്ടെ. 1 യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നത്? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, ഒരുമിച്ച് വായിക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. The moment you believe that Jesus is the Christ and you confess with your mouth and believe in your heart, you will become born of God. What did we say? 1 John 5:4. Everyone who is born of God overcomes the world. Hallelujah. യേശുവിനെ ക്രിസ്തുവായിട്ട് വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെടുക. ആ നിമിഷം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൽ നിന്ന് നാം ജനിക്കുകയാണ്. ബാഹ്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ഞാനിപ്പോഴും അതേ സഹോദരനാണ്, അതേ മകനാണ് എൻ്റെ ഫാമിലിയിൽ, പക്ഷേ ഉള്ളിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ. പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായിരിക്കുന്നു. എൻ്റെ ബന്ധനങ്ങളെല്ലാം ആ നിമിഷം അഴിഞ്ഞു വീഴുകയാണ്. എൻ്റെ പാവവും അതിൻ്റെ ഫലവും എല്ലാം അവിടെ വെച്ച് തീരുകയാണ്. സാത്താൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന തോൽവികളെല്ലാം അവിടെ വെച്ച് തീരുകയാണ്. അവിടെ നിന്ന് എനിക്കൊരു പുതുജീവൻ ലഭിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സംഭവിക്കുന്നത്.
അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായി തീരുകയാണ്. വി ബിക്കം ബോൺ ഓഫ് ഗോഡ്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. വി ആർ ബോൺ ഓഫ് ഗോഡ്. അങ്ങനെയാണ് നാം വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ ആദ്യമേ നമ്മൾ ക്രിസ്തു യേശുവിൽ ചേർക്കപ്പെടുകയാണ്. യേശു ക്രിസ്തുവിൽ നാം ചേർക്കപ്പെടും. എഫേസ്യർ 1:13 പറയുന്നത്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? യു ഓൾസോ വെർ ഇൻക്ലൂഡഡ് ഇൻ ക്രൈസ്റ്റ് വെൻ യു ഹേർഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ദ ഗോസ്പൽ ഓഫ് യുവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയുടെ ആ ഗോസ്പൽ നമ്മൾ കേട്ടിട്ട് അതിൽ വിശ്വസിച്ചപ്പോൾ ഐ ബിക്കെയിം ഇൻക്ലൂഡഡ് ഇൻ ക്രൈസ്റ്റ്. പറഞ്ഞാട്ടെ, ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തു യേശുവിൽ ചേർക്കപ്പെടുകയാണ്. റിമെമ്പർ, ഇറ്റ് ഈസ് ദ യൂണിയൻ ദാറ്റ് കീപ്സ് ദ ഡൊമീനിയൻ. അല്ലേ? ഞാൻ ക്രിസ്തു യേശുവുമായിട്ട് ഒന്നാകുമ്പോൾ വീണ്ടും ദ ഡൊമീനിയൻ ഈസ് കമ്മിങ് ബാക്ക് ഇൻ ടു മൈ ലൈഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ വിൽ ബി ആൻ ഓവർകമർ. ഐ വിൽ റൂൾ, ഐ വിൽ റെയിൻ. ഹൗ? ത്രൂ ക്രൈസ്റ്റ് ജീസസ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. റിമെയിൻ ഇൻ മീ, ഫോർ അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. യേശു ക്രിസ്തുവിലായിരിക്കുന്നതിൽ കൂടിയാണ് യു വിൽ ലിവ് ഇൻ ഡൊമീനിയൻ. യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ നോ ഡൊമീനിയൻ. ഇറ്റ് ഈസ് ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അവിടെ പറയുന്നത്, എഫേസ്യർ 1:13 പറയുന്നത്, നമ്മൾ യേശുവിനോട് ചേർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അല്ലേ? അത് കഴിഞ്ഞേച്ച് എഫേസ്യർ 1:3 വായിച്ചാൽ അവിടെ പറയുന്നത്, God has blessed us with every spiritual blessing in Christ. ക്രിസ്തു യേശുവിൽ ദൈവം നമ്മളെ സ്വർഗത്തിൻ്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ദൈവത്തിൻ്റെ നീതി, എല്ലാറ്റിൻ്റെ മേലും ജയം, ഭവനത്തിൽ അനുഗ്രഹം, ജോലിയിൽ അനുഗ്രഹം, ഇതെല്ലാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു യേശുവിലായിരിക്കുന്നതിൽ കൂടിയാണ്. ക്രിസ്തു യേശുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടാൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 16:2 സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ, അങ്ങൻ്റെ ദൈവം, അങ്ങനല്ലാതെ എനിക്കൊന്നും നന്മയില്ല. ഓ ലോർഡ്, യു ആർ മൈ ഗോഡ്, അപ്പാർട്ട് ഫ്രം യു ഐ ഹാവ് നോ ഗുഡ് തിങ്. അങ്ങിൽ കൂടി അല്ലാതെ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നമ്മുടെ എല്ലാ നന്മയും എവിടെയാണ്? ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിലാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഓരോ ദിവസവും നമ്മൾ ചോദിക്കണം, ദൈവമേ, ഞാൻ ഇന്ന് അങ്ങിലാണോ? പലപ്പോഴും നമ്മൾക്ക് ജീവിതത്തിൽ വാഴുവാൻ കഴിയാത്തത്, ജയത്തിൽ ജീവിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ദൈവത്തോടു കൂടെ അല്ല. യേശു പറഞ്ഞത് യോഹന്നാൻ 15:5 ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തനെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ദൈവമക്കൾ ഫലം കായ്ക്കാത്തത്? എന്തുകൊണ്ടാണ് ജീവിതം ഫലപ്രദമല്ലാത്തത്? യേശുവുമായിട്ട് യഥാർത്ഥമായിട്ട് ഒന്നായിട്ട് ജീവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല സ്വഭാവങ്ങൾ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, നമ്മുടെ സ്വന്തം സാമർഥ്യം, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നാൽ എന്താണ് ആദ്യമേ നമ്മൾ കേട്ടത്? ഒബീഡിയൻസ്, ദൈവത്തോടുള്ള അനുസരണം, ദൈവത്തോടുള്ള സമർപ്പണം. അതൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവം ഓരോ ദിവസവും കാണിച്ചു തരുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ യേശുവിലാകുന്നൊരു വ്യക്തി ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുകയാണ് ആ ഒരു കഴിവ്. എന്നാൽ ഇന്ന് സങ്കടമുള്ളൊരു കാര്യം പറയട്ടെ, പല വിശ്വാസികളും ഇന്ന് ആ ഒരു ജയത്തിൽ ജീവിക്കുന്നില്ല. വചനം എന്താണ് പറയുന്നത്? 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. അപ്പോൾ നമ്മളിലൊരു വിശ്വാസമുണ്ടാകണം. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, എന്നിൽ ക്രിസ്തു വസിക്കുന്നു, ഞാൻ ദൈവത്തോടു കൂടെ ഒന്നായിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ ദിവസവും ആ ഒരു വിജയത്തിൽ ജയാളികളായിട്ട് ജീവിക്കുന്നത്. ദാനിയേൽ 11:32 പറയുന്നു, Daniel 11:32 those who know their God will stand firm and do great exploits. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നാം നമ്മളുടെ ദൈവത്തെ അറിയുകയും നാം ദൈവത്തിൽ കൂടി എന്താണ് ആയിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ വീര്യം പ്രവർത്തിക്കും.
to walk in as an overcomer, it is necessary to know your God and what God has made you into. നമ്മൾ എന്താണ് ദൈവമാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ലോകത്തെ ജയിച്ച ജയം എന്താണ്? നമ്മളുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 5:7 വി ലീവ് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? വിശ്വാസത്തോടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ എതിരെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വിശ്വാസമാണോ? അതോ നമ്മൾ കണ്ട ആ ഒരു അവസ്ഥയാണോ? ദൈവമേ എല്ലാം കഴിഞ്ഞു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? നോ, വി ലീവ് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. അതായത് ഒരു പ്രയാസം വരുമ്പോഴും ഇതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവം എന്നോട് കൂടെ വസിക്കുന്നു, എൻ്റെ ദൈവം എനിക്കായിട്ടൊരു വഴി ഒരുക്കും, എൻ്റെ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ മുൻപോട്ട് നീങ്ങണം. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയും. 2 കൊരിന്ത്യർ 5:17 പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി അത്രേ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായിരിക്കുന്നു. അതായത് നമുക്കൊരു പുതിയ ആത്മാവിനെ ലഭിച്ചിരിക്കുന്നു, പുതിയ ഹൃദയം ലഭിച്ചിരിക്കുന്നു. എസെക്കിയേൽ 36:26-27 പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ലഭിക്കുന്നു, പുതിയ ആത്മാവിനെ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തരികയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിൽ കൂടി നമ്മളെ ദൈവം ജീവൻ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്തുവാണ്? എഫേസ്യർ 2:4 പറയുന്നു, യേശു ക്രിസ്തുവിൽ കൂടി നമ്മളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ സാത്താന് ഞാൻ ആധിപത്യം കൊടുത്തതുകൊണ്ട് നിർജീവമായി പോയോ, എവിടെയൊക്കെ മരണത്തിൻ്റെ അവസ്ഥയിലെത്തിയോ, അവിടെയെല്ലാം ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് പുതുജീവൻ ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിവാഹ ജീവിതത്തിൽ പുതുജീവൻ, എൻ്റെ സ്വഭാവത്തിൽ പുതുജീവൻ, എൻ്റെ പഠിത്തത്തിൽ പുതുജീവൻ, എവിടെ ഞാൻ തോൽവിയിലായിരുന്നോ അവിടെ പുതുജീവൻ. എനിക്ക് ദൈവത്തിൽ നിന്ന്, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് തടസ്സപ്പെട്ട് നിന്ന സ്ഥലങ്ങളിലെല്ലാം തടസ്സങ്ങൾ മാറ്റി പുതുവഴികൾ ദൈവം തുറന്നു തരും. ഹല്ലേലൂയ. എപ്പോഴാണ്? ദൈവമക്കൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, ഞാൻ ദൈവത്തോട് കൂടെ ഓരോ ദിവസവും ഐക്യത്തിൽ ജീവിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വാഴും. ഹല്ലേലൂയ, ഞാൻ വാഴും. യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് ജയം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും. കുഞ്ഞുങ്ങളെ, പഠിത്തത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിൽ കൂടി നിങ്ങൾ ആരാണെന്ന്. എന്നിട്ട് മുൻപോട്ട് വിശ്വാസത്തോടെ പോവുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജയം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ പഠിത്തത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, എല്ലാ സ്ഥലങ്ങളിലും ജയം ലഭിക്കും. റോമർ 8:11 പറയുന്നു, Romans 8:11 says, if the spirit of him who raised Christ from the dead lives in you, that same spirit will give life to your mortal bodies. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും ജീവൻ നൽകും. ഹല്ലേലൂയ. It is the resurrection power of Jesus that is in us. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയെങ്കിൽ എൻ്റെ ഉള്ളിലും എല്ലാം ഉയർത്തെഴുന്നേൽക്കും, അല്ലേ? മരിച്ചുപോയ എല്ലാ കാര്യങ്ങളും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ദൈവികമായിട്ടുള്ളത്. ഇതുവരെ മരണത്തിൻ്റെ അവസ്ഥയിൽ ഇരുന്നിടത്തെല്ലാം വീണ്ടും എനിക്ക് ജീവൻ ലഭിക്കും യേശു ക്രിസ്തുവിൽ കൂടി. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകും. മനസ്സിലാക്കുക, ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു ശക്തി നമ്മളിലേക്ക് പകർന്നു വരുന്നുണ്ട്. അതെത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. Many children of God are not living as an overcomer because they have not understood the power that has come from God into their life when they become born again. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു ദൈവികമായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയാൽ അത് സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് അഴിക്കും. ഇതുവരെ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇനി നിനക്ക് സിഗരറ്റ് വലിക്കാൻ കഴിയത്തില്ല. ഇതുവരെ വെള്ളമടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതോടെ നീ എൻ്റെ വെള്ളമടി നിൽക്കും. ഇതുവരെ കഞ്ചാവും ബന്ധനത്തിലായിരുന്ന വ്യക്തിയാണ്, അതോടെ നിനക്ക് ഇനി മുൻപോട്ട് കഞ്ചാവ് വലിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കും. ഒന്ന്, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴും. രണ്ടാമത്, നിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടൊരു പ്രവൃത്തി നടക്കും. എവിടെയൊക്കെ നീ തോൽവിയിലിരുന്നോ അവിടെ നീ ജയാളിയായി തുടങ്ങും. എവിടെയൊക്കെ നിൻ്റെ പരീക്ഷകളിൽ നിനക്ക് തോൽവിയായിരുന്നോ അവിടെയൊക്കെ നീ ജയിക്കുവാൻ തുടങ്ങും. എവിടെയൊക്കെ നിൻ്റെ ബിസിനസ്സിലും ജോലിയിലും നീ പുറമോട്ടായിരുന്നോ അവിടെ നീ പുതിയ ഒരു രീതിയിൽ ഉയരുവാൻ തുടങ്ങും. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുകയാണ്. ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. There is a power of God that is in you. Ephesians chapter 3:20 says, God is able to do immeasurably more than you can ask or imagine according to his
പവർ ദാറ്റ് വർക്ക്സ് വിത്തിൻ അസ്. ദൈവത്തിൽ നിന്നുള്ളൊരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ ഉപരിയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളൊരു ശക്തിയാണത്. ഹല്ലേലൂയ. ആ ശക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവ പൈതലേ, ഞാൻ എന്തിനെ ഭയപ്പെടണം? ഞാൻ എന്തിനിങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഒരു തോൽവിയുടെ അവസ്ഥയിൽ, നിരാശയുടെ അവസ്ഥയിൽ, എനിക്ക് ഉയരുവാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിൽ ഇല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതാണ് വചനം പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. നമ്മൾ ഈ ലോകത്തെ ജയിക്കും. കാരണം ആ ജയം നമുക്ക് തന്നതാരാണ്? യേശു ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തു യേശുവിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ ജയത്തിൽ നടക്കുകയും ചെയ്യും. എങ്ങനെയാണ്? യേശുവിൽ വിശ്വാസം വെച്ച്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രയാസ സാഹചര്യങ്ങൾ വരുമ്പോൾ, എല്ലാം എനിക്കെതിരായിട്ട് നിൽക്കുമ്പോഴും ഞാൻ കർത്താവിൽ ആശ്രയം വെക്കും, കർത്താവിൽ വിശ്വാസം വെക്കും. എൻ്റെ ദൈവത്തിൽ കൂടി എനിക്കൊരു വഴി തുറന്നു തരും, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിച്ച് ഞാൻ മുൻപോട്ട് പോകും. അങ്ങനെയാണ് ദൈവമക്കൾ ഓരോ ദിവസവും കർത്താവിനോട് കൂടെ ഉയരുന്നത്. ഹല്ലേലൂയ. ഈ വർഷം നമ്മൾ കേട്ട ദൈവത്തിൻ്റെ ആ ഒരു വാഗ്ദത്തം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന്, ഒരുമിച്ച് വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മൾ ലോകത്തെ ജയിക്കും. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എങ്ങനെയാണ് നമ്മൾ ജയിക്കാൻ പോകുന്നത്? നമ്മുടെ വിശ്വാസത്തിൽ കൂടി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാഗ്ദത്തമാണ്. 4 കാര്യങ്ങൾ ഞാനൊന്ന് ഒരിക്കൽ കൂടി ഷെയർ ചെയ്യുവാണ്. ആദ്യമേ ഞാനന്ന് പറഞ്ഞത്, ഗോഡ്സ് ചിൽഡ്രൻ ഹു ട്രൂലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ബോൺ ഓഫ് ഗോഡ് വിൽ ലീവ് അസ് ഓവർകമേഴ്സ് ഇൻ എവറി ഏരിയ ഓഫ് ദെയർ ലൈഫ്. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കളും അവരുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ജയാളികളായിട്ട് ജീവിക്കും. ഹല്ലേലൂയ. ഇനിയും പഴയതുപോലെ ഒരു ദിവസം മുകളിലോട്ട് ഒരു ദിവസം താഴോട്ട് അങ്ങനെയല്ല. ഓരോ ദിവസവും ജയാളികളായിട്ട് നാം ജീവിക്കും. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കണ്ണ് തുറക്കുമ്പോൾ, ദൈവമേ നന്ദി, ഞാൻ അങ്ങിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ജയത്തിൽ ജീവിക്കും. ഐ വിൽ വാക്ക് ഇൻ ഡൊമീനിയൻ ഓവർ എവറിത്തിങ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ വിശ്വാസത്തോടെ ദിവസം തുടങ്ങുക. രണ്ടാമതായിട്ട്, നോ സ്കീം ഓഫ് ദ എനിമി വിൽ ബി ഏബിൾ ടു ഡിഫീറ്റ് ദം because they live in union with Christ every moment. ക്രിസ്തുവിനോടുകൂടെ ഓരോ നിമിഷവും ഐക്യത്തിൽ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലും അവരുടെ ജീവിതത്തിൽ സാത്താന് അവരെ ഒരിക്കലും തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഇൻ ദ യൂണിയൻ that the dominion is kept. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഓരോ ദൈവമക്കളും ഓരോ ദിവസവും ജയത്തിൽ ജീവിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ്? 1 യോഹന്നാൻ 4:4 ഹീ ദാറ്റ് ഈസ് ഇൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ഹീ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയതാകയാൽ. 1 യോഹന്നാൻ 4:4 എന്താണ് പറയുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എൻ്റെ ഉള്ളിലുള്ള യേശു ഈ ലോകത്തിലുള്ള സാത്താനേക്കാൾ വലിയവനാകിയാൽ ഞാൻ ജയാളിയായി ജീവിക്കും. ഹല്ലേലൂയ. He that is in me is greater than he that is in the world. So when the temptations come, when the failures come, when the troubles come, stand there and proclaim, he that is in me is greater than he that is in the world. I will live in the victory that Jesus gives. Hallelujah. I will be an overcomer through Jesus Christ. The greater one in them will cause them to live in victory over the devil always. മൂന്നാമതായിട്ട്, faith will be the weapon with which they will overcome the enemy. Hallelujah. വിശ്വാസമായിരിക്കും നമ്മുടെ ആയുധം. എന്ത് വിശ്വാസമാണ്? ദൈവത്തിൽ നിന്നുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും. Faith from God and faith of God. Hallelujah. Hallelujah. Faith in God and faith of God. ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും. എപ്പോഴും ദൈവത്തിൽ നിന്നുള്ള വിശ്വാസവും ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ വരുന്നത്? Faith will arise in us as you spend time in God's word. ദൈവവചനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ എന്താണ് റോമൻസ് 10:17 പറയുന്നത്? ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം വചനത്താലാണ് വരുന്നത്. കൂടുതൽ വചനത്തിൽ നമ്മളായിരിക്കുമ്പോൾ വിശ്വാസം നമ്മളിൽ കൂടും. ആ ഒരു വിശ്വാസത്തിൽ കൂടിയാണ് നമ്മൾ ജയാളികളായി ജീവിക്കുന്നത്. ഹല്ലേലൂയ. അവസാനമായിട്ട്, പ്രേയേഴ്സ് ദാറ്റ് ആർ ഫിൽഡ് വിത്ത് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. എങ്ങനെയാണ്? പ്രേയേഴ്സ് ദാറ്റ് ആർ ഫിൽഡ് വിത്ത് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. എങ്ങനെയാ? ദൈവമേ അത് ചെയ്യണോ ഇത് ചെയ്യണോ? അതല്ല, വചനം എടുത്ത് പ്രാർത്ഥിക്കുക.
അതിന് വചനം വായിക്കണം. Prayers that are filled with the promises of God and uttered from a life that is filled with the nature of God. ദൈവിക സ്വഭാവമുള്ള ഒരു ജീവിതത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. Prayers that are uttered with the promises, filled with the promises of God and uttered from a life that is filled with the nature of God will be answered. അതിനായിട്ട് it will require emptying oneself of what is of the world and filling oneself with what is of God. ഈ ലോകപരമായിട്ടുള്ളത് നമ്മളിൽ നിന്ന് അകറ്റി വെച്ചിട്ട് ദൈവികമായിട്ടുള്ളത് നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരണം. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ്? മൊബൈലാണെങ്കിൽ, ഓൺലൈൻ കാര്യങ്ങളാണെങ്കിൽ, സോഷ്യൽ മീഡിയ ആണെങ്കിൽ, ഇതെല്ലാം മാറ്റിവെക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നത് അതാണ്. ഇന്ന് ലോകം മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സാണ്. എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യു ആർ ഐദർ ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ് ഓർ യു ആർ ഇൻഫ്ലുവൻസിങ് അതേഴ്സ്. നമ്മളിപ്പോൾ എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആണ്. എത്രയാണ് ദൈവമക്കൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇന്ന് ഓരോരുത്തർ ഓരോന്ന് കാണിക്കുന്നത് കണ്ട് നമുക്കെല്ലാം അതുപോലെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ പോവാം നമ്മൾ. You are either being influenced or you are influencing others. But do you know what the Bible says? Thanks be to God who always leads us in triumph and procession in Christ and through us spreads everywhere the fragrance of the aroma of Him. ദൈവം നമ്മളെ ജാളികളായിട്ട് നടത്തുകയാണ്. എന്നിട്ട് തൻ്റെ സൗരഭ്യ വാസന നമ്മിൽ കൂടി മറ്റുള്ളവർക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ദ aroma of Christ is influencing others, right? നമ്മളും ഇൻഫ്ലുവൻസേഴ്സാണ്. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൽ കൂടി, ദൈവവചനത്തിൽ നിന്നുകൊണ്ട്. അങ്ങനെയാകണം. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നമ്മുടെ അധരങ്ങൾ തുറന്ന് 1 യോഹന്നാൻ 5:4 വായിക്കാം. ദിസ് ഈസ് ദ ഇയർ. ഇത് ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വർഷമാണ്. ദൈവമക്കൾ യഥാർത്ഥമായിട്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, 31-ാം തീയതി രാത്രി 1-ാം തീയതി തുടങ്ങുമ്പോൾ കേട്ടത് എന്താണ്? ഈ വർഷം നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവമേ, അങ്ങേ ഒരു പുതിയ രീതിയിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് ദൈവത്തെ കർത്താവായിട്ട് കണ്ടു. നോ മോർ ഗോഡ് ബട്ട് ലോർഡ്. നോ മോർ ജസ്റ്റ് ഗോഡ് ബട്ട് ലോർഡ് ഇൻ ഹിസ് ലൈഫ്. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ പുതുവർഷത്തിൽ അങ്ങേ എൻ്റെ കർത്താവായിട്ട്, മൈ ലോർഡ് ആൻഡ് മൈ മാസ്റ്റർ. അത് നമ്മൾ കേട്ടല്ലോ. ആസ് ഗോഡ് ഹി ഈസ് യുവർ ഫാദർ, ആസ് ലോർഡ് he is your master. Your life belongs to him. You live for him. ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു വർഷമാകണം. ആദ്യമേ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ഈ വർഷത്തിൽ ഞാൻ അങ്ങയെ എൻ്റെ കർത്താവായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർ 1:17, 18, 19, 20, 21 വാക്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, എൻ്റെ ആത്മീയ കണ്ണിനെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടല്ലോ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മൾ യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മൾ ഈ ലോകത്തെ ജയിക്കും. ഈ വർഷം ദൈവമക്കൾ യഥാർത്ഥമായിട്ട് എന്നിൽ എന്ത് പ്രവൃത്തിയാണ് ദൈവം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ എല്ലായിടത്തും ജയാളികളായിട്ട് നടക്കും. എല്ലാ കാര്യങ്ങളിലും അവർ ജയം പ്രാപിക്കും. എങ്ങനെയായിരിക്കും ജയം പ്രാപിക്കുന്നത്? അവരുടെ വിശ്വാസത്തിൽ കൂടി. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വിശ്വാസം. ഓരോ ദിവസവും ദൈവത്തോട് അനുസരണത്തോടെ, ദൈവത്തോട് ഐക്യപ്പെട്ട്, ദൈവത്തിന് നമ്മളെ തന്നെ വഴങ്ങി, നമ്മുടെ ജീവിതത്തെ വഴങ്ങി ജീവിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കും. എഫേസ്യർ 3:20 God is able to do immeasurably more than you can ask or imagine, according to His power that works within us. ദൈവവൈതലേ, നീ നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അത്യന്തപരമായിട്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ഈ വർഷം പ്രവർത്തിക്കും. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുന്നതിൽ കൂടി. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഇന്ന് വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, പുതുവർഷത്തിൽ ഈ ആദ്യത്തെ ഞായറാഴ്ച ദിവസം കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളൊരു സഭയായിട്ടായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വചനത്തെ ഏറ്റെടുക്കുന്നു. 1 യോഹന്നാൻ 5:4 ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഞങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്.
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങയോടുകൂടെ ഐക്യത്തിൽ, അങ്ങയോടുകൂടെ കർത്താവെ, അങ്ങയുടെ മുൻപാകെ അനുസരണത്തോടെ, സമർപ്പണത്തോടെ അങ്ങയോട് വഴങ്ങി ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളിൽ വ്യാപരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും കർത്താവേ ഞങ്ങൾ ജയാളികളായിട്ട് ജീവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ലോകത്തെ ജയിച്ച ജയമോ അങ്ങിലുള്ള ഞങ്ങളുടെ വിശ്വാസം, അങ്ങ് ഞങ്ങളിൽ പകർന്നു തന്നിരിക്കുന്ന വിശ്വാസം കർത്താവേ, ഓരോ ദിവസവും ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ, ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസ സാഹചര്യങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകൾ വരുമ്പോൾ കർത്താവേ, വചനത്തിലേക്ക് തിരിഞ്ഞ് വചനം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിൽ ആശ്രയം വെച്ച്, അതിൽ വിശ്വാസം വെച്ച്, വചനത്തിൽ കൂടി അങ്ങയോട് പ്രാർത്ഥിച്ച് അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവിക സ്വഭാവമുള്ള ജീവിതങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Let Christ become alive in each one of us, Lord. May not the worldly nature have any place in us anymore, and no place for the enemy in our lives, but the godly nature, the nature of God, the nature of Christ, let it become more and more in us, Father. May Christ increase and may we become less. അവനോ വളരണം, ഞാനോ കുറയണം. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഈ വർഷം കൂടുതൽ കൂടുതൽ വളരണം ദൈവമേ, ഞാനോ കുറയണം. May I decrease and may He increase in my life. കൂടുതൽ കർത്താവേ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വിവാഹ ജീവിതത്തിൽ യേശു വളരണം, ഞാനോ കുറയണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ കർത്താവേ യേശു വളരണം, അവരോ കുറയണം. എൻ്റെ ജോലിയിൽ യേശു വളരണം, ഞാനോ കുറയണം. എൻ്റെ ബിസിനസ്സിൽ യേശു വളരണം, ഞാനോ കുറയണം. സാത്താനിൻ്റെ ജീവിതത്തിൽ ഒരു കർത്താവേ, may the devil have no place in my life, Lord. ഒരു തുള്ളി സ്ഥലം പോലും കർത്താവേ സാത്താനിൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകരുതേ ദൈവമേ. പൂർണ്ണമായിട്ട് അങ്ങ് തന്നെ വന്നാട്ടെ ദൈവമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങ് തന്നെ ആധിപത്യം ഏറ്റെടുത്താട്ടെ. Reign in me, Lord. അങ്ങ് വാഴണമേ കർത്താവേ. പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ വർഷം കർത്താവേ, ഓരോ ദൈവമക്കളും അങ്ങയോടുകൂടെ ചേർന്ന് ജീവിച്ച് അങ്ങ് തരുന്ന ആ ജയത്തിൽ ജീവിക്കുവാൻ വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട്, സഭയായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തം ഞങ്ങൾക്കായിട്ട് നല്ല കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പുതുവർഷം കർത്താവെ അങ്ങയുടെ മക്കൾക്ക് ജയത്തിൻ്റെ വർഷമാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം. Thank you, Lord, in this new year your children will live as overcomers through Jesus Christ. Thank you that this is the year of living as overcomers through Jesus Christ. This year and beyond, not just this year, Father, ഈ വർഷം മാത്രമല്ല, ഈ വർഷം മുതൽ ദൈവമേ ഞങ്ങൾക്കൊരു പുതിയ അറിവ് ലഭിച്ചിരിക്കുന്നുവല്ലോ. ആ അറിവിൽ കർത്താവേ ജയാളികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാം.